പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അവസാനിച്ചതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷന് വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല ഡിഫക്റ്റുകളുമുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം നാളെ 26/6/2024 മുതൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ കറക്ഷൻ നാളെ മുതൽ 2/7/2024 വരെ ആയിരിക്കും എന്നുള്ള കാര്യം LBS ഓഫീസിൽ നിന്ന് ഇന്ന് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷനാണ്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെമോ വീഡിയോ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല ഡിഫക്റ്റുകളുണ്ടോ എന്ന് അറിയാനും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക. കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. അത് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് കാണാം. പക്ഷേ റിസർവേഷൻ ലഭിക്കണമെങ്കിൽ OBC റിസർവേഷൻ ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് നൽകണമായിരുന്നു. അത് കൃത്യമായിട്ടുള്ളതല്ല അപ്ലോഡ് ചെയ്ത് നൽകിയത്. നീറ്റിന് യൂസ് ചെയ്തതാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് ഇവിടെ ഡിഫക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാൻ പുതിയ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും മറ്റു ഡീറ്റെയിൽസുകളും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിലവിൽ +2 ഈ വർഷം പാസ്സായ വിദ്യാർത്ഥികളുടെ സ്കോർ കാണിക്കുന്നില്ല. ആ സ്കോറും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് ഈ വർഷം പാസ്സായ വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ അല്ല, ഇതിന് മുൻപത്തെ വർഷം പാസ്സായ വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് സ്കോർ ഇവിടെ കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ കറക്ഷനുള്ള സമയം 2/7/2024 അവസാനിച്ചാൽ പിന്നീട് 8/7/2024 താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ വിദ്യാർത്ഥികൾക്കുമുള്ള ഇൻഡെക്സ് അനുസരിച്ചാണ് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കുക. ആ സമയത്ത് നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഇൻഡെക്സ് എത്രയെന്നുള്ളത് വെബ്സൈറ്റ് ലോഗിനിൽ കാണിക്കുന്നതാണ്. നിങ്ങൾക്കുള്ള ഇൻഡെക്സിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് എങ്കിൽ അത് LBSനെ അറിയിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപ്രകാരം പിന്നീട് 10/7/2024 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം 10 മുതൽ 15 വരെയുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം ലഭിക്കുക. എങ്ങനെയാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിഷനുള്ള സാധ്യത. ആദ്യം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ പ്രകാരം 3 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. വിവിധ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ വർഷം 15-ലധികം അലോട്ട്മെൻറ്റുകൾ LBSൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനലിലെ വീഡിയോകൾ ഒരുപാട് വിദ്യാർത്ഥികൾ കാണുന്നുണ്ട് എങ്കിലും ബഹുഭൂരിപക്ഷം പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എവർക്കും നന്ദി, നമസ്കാരം.